ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. രഘു വന്നിട്ട് എവിടെ? അവൻ കഴിച്ചു അമ്പിളി? ഇല്ലച്ച, ക്ഷീണിച്ചാ വന്നത്. അച്ഛൻ കഴിച്ചോളൂ. അവനെ കൂടി ഇങ്ങോട്ട് വിളിക്കാം അമ്പിളി. കുറെ നാളായില്ലേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്. വിളിക്ക്, ചെല്ല്. ഞാൻ അവനെയും കാത്തിരിക്കാന്ന് പറ. ശരി അച്ഛൻ. അല്ല, രഘുവേട്ടൻ ഇവിടെ വന്ന് കിടക്കാണോ? അത്താഴം കഴിക്കണ്ടേ? വേണ്ട അമ്പിളി, എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. എന്തുപറ്റി? സുഖമില്ലേ? അയ്യോ, ചെറിയ ചൂടുണ്ടല്ലോ. തലവേദന ഉണ്ടോ രഘുവേട്ട? ചെറുതായിട്ട്. സാരില്ല, രഘുവേട്ടൻ വാ, വന്നെന്തെങ്കിലും കഴിക്ക്. എന്നിട്ട് ഞാൻ ബാമ്പ് പുരട്ടി തരാം. കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞില്ല അമ്പിളി. രഘുവേട്ട, അച്ഛനെ കഴിക്കാൻ വന്നിരിപ്പുണ്ട്. രഘുവേട്ടനെ ചോദിച്ചായിരുന്നു. എന്നോട് രഘുവേട്ടനെ വിളിച്ചോണ്ട് ചെല്ലാനാ അച്ഛൻ പറഞ്ഞത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മാവൻ എന്നെ ആരും കഴിക്കാൻ വിളിച്ചെന്നു? ആ, കൊറേ നാളായില്ലേ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ട്. ഞാൻ അവനെ കാത്തിരിക്കുകയാണെന്ന് പറയാനും പറഞ്ഞു. ശരി, എന്നാ വാ കഴിക്കാം. ആഹാ, ഇപ്പൊ തലവേദനയും ക്ഷീണമൊക്കെ പോയോ? അമ്മാവന് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി എന്നെ വിളിച്ചതല്ലേ. വിശപ്പില്ലെങ്കിലും ഞാൻ അമ്മാവന്റെ അടുത്തിരുന്ന് വല്ലതും കഴിക്കും. ശരി, വാ. രഘു എന്താ ശീരു വരാത്തെ? ആ, അവനെവിടെ? വരുന്നുണ്ട്. വാ രഘുവേട്ട. വാടാ, വന്ന് ഇങ്ങോട്ട് ഇരിക്കേ. ശിരു, നീ രഘുവിനെ വിളമ്പ്. കൊടുക്കുമ്പോളെ. എന്താ രഘു നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? കഴിക്കേ. ഒന്നുമില്ല മാവ, എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല, അതുകൊണ്ട് നോക്കിയതാ. വിശ്വസിക്കാതിരിക്കാൻ ഇപ്പൊ എന്താ രഘു? ഇണക്കവും പിണക്കവും അകൽച്ചയും ഒക്കെ നമുക്കിടയിൽ ഉണ്ടാവുന്നതല്ലേ. ഇത്തവണത് കുറച്ചുകൂടി അങ്ങ് നീണ്ടുപോയെന്നല്ലേ ഉള്ളൂ. നമ്മുടെയൊക്കെ അകൽച്ച ഈ പുറത്ത് കാണുന്ന മാത്രമല്ലേ ഉള്ളൂ രഘു. മനസ്സുകൊണ്ട് എന്നെ അറുത്തു മാറ്റാൻ നിനക്കോ നിന്നെ അറുത്തു മാറ്റാൻ എനിക്കോ കഴിയോ? എന്താടാ ഇത്? കഴിഞ്ഞതൊക്കെ പോട്ടെ രഘു, നീ മറന്നുകളാ. എന്നിട്ട് അതങ്ങോട്ട് കഴിക്കേ. കഴിക്ക് രഘു. ആദിലിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. അവൻ എന്നെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതിന്റെ ശിക്ഷയാ അവനിപ്പോ ദൈവം കൊടുത്തത്. ഇല്ല അമ്മാവ, ആദിൽ അമ്മാവനോട് പറഞ്ഞൊക്കെ സത്യം. അമ്മാവനെ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാ. രഘുവേട്ട, എന്താ കഴിക്കാത്ത? കഴിക്കാം. ആ, ഞാൻ നിന്നെ അവഗണിച്ചതിന്റെ വിഷമം നിനക്കിതുവരെ മാറിയിട്ടില്ലല്ലേ രഘു? അങ്ങനെയൊന്നുമില്ല അമ്മാവ, അമ്മാവൻ എന്നെ തിരിച്ചു വിളിച്ചില്ലേ, എനിക്കത് മതി. പിന്നെ അമ്മാവ, അതിൽ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പക്കാരനൊന്നുമല്ല. അവനാ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തില് അങ്ങനെയൊക്കെ ആയിപ്പോയതാ. അതെന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയാൻ? അത് പിന്നെ അമ്മവ അവനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാ. ഭാര്യയും പിന്നെ രോഗിയായ ഒരു മകളും മാത്രമേ അവനുള്ളൂ. ബന്ധുക്കളെല്ലാം അവരെ പണ്ട് വീഴ്ചതാ.
വീട്ടില് പണം ചോദിച്ചു വന്നയാൾ അവൻ മനഃപൂർവ്വം വെട്ടിയൊന്നുമല്ല. അയാൾ അവന്റെ ഭാര്യ കയറി പിടിക്കാൻ നോക്കിയപ്പോഴാ ആദിലത് ചെയ്തത്. അതിപ്പോ അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അമ്മാവ അതൊക്കെ തന്നെയല്ലേ ചെയ്യൂ. ഈ കഥയൊക്കെ രഘുവേട്ടൻ ഇപ്പൊ എവിടുന്നാ കിട്ടിയത്? ഇതൊക്കെ ആലോചിച്ചിട്ടാകും രഘുവേട്ടന് തലവേദന വന്നത് അല്ലേ? അമ്പിളി നീ വെറുതെ. ദേ രഘുവേട്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് നിങ്ങൾ വെറുതെ തല പുകയ്ക്കണ്ട. അതിലൊരു സ്വർണ്ണക്കടത്തുകാരനാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ വണ്ടിയില് അവൻ സ്വർണം കടത്തിയതിന്റെ പേരിലല്ലേ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൻ ആ ചെയ്തതിന്റെ ശിക്ഷയാ ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് കൂട്ടിയാ മതി. അന്ന് നിങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ഇന്ന് ഞാനും എന്റെ മോളും അനുഭവിക്കേണ്ടതാ അവന്റെ ഭാര്യയും കുഞ്ഞും അനുഭവിക്കുന്നതെന്ന് കൂട്ടിയാ മതി. അതേ രഘു, ആദിലിനോടും അവന്റെ കുടുംബത്തിനോടും നിനക്ക് ദയ തോന്നേണ്ട ഒരു കാര്യമില്ല. ആ അധ്യായം അവസാനിച്ചു. അങ്ങനെ കരുതിയാ മതി. നീ ആഹാരം കഴിക്കും. ഇന്ദ്രേട്ടാ, അച്ഛൻ വന്നിട്ടുണ്ട്. ചീരുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സമയം കിട്ടുമ്പോ ഒന്നങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. നാളെ അമ്മയുടെ ഒപ്പം പാർട്ടി ഓഫീസിൽ പോകുന്നുണ്ടെങ്കിലേ നീ വീട്ടിലൂടെ ഒന്ന് കയറിക്കോ. പിന്നെ ചീരു ചെല്ലാൻ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. നോക്കട്ടെ. പാർട്ടി ഓഫീസിൽ ഞാൻ എപ്പോഴും പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഇനി പാർട്ടിയുടെ വനിതാ വിങ് അമ്മയ്ക്ക് വേണ്ടി ഇറങ്ങും. ഞാനിനി അമ്മ നോമിനേഷൻ കൊടുത്ത ശേഷം പ്രചരണത്തിന് മാത്രമേ ഇറങ്ങൂ. ആ അത് മതി. നമുക്ക് ഈ പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, രാഷ്ട്രീയവും ഇല്ല. അമ്മ അവരുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നന്നായി. എന്തായാലും കുറച്ച് കാശ് ഇന്ദ്രേട്ടൻ കരുതി വെച്ചോ. പ്രചരണം ചൂടുപിടിക്കുമ്പോ പല ആവശ്യങ്ങളും വരും. എല്ലാം പാർട്ടി ചെലവാക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. നോക്കാം. എന്തായാലും ഇറങ്ങിയില്ലേ, ഇനിയിപ്പോ നമ്മൾ കുളിച്ചു കയറിയല്ലേ പറ്റൂ. സ്നേഹമാണല്ലോ. ആ പോസ്റ്ററിന്റെ കാര്യം വല്ലതും പറയാനായിരിക്കും. എടുക്കും. ആ സ്നേഹ. ആ ചേച്ചി, ചേച്ചി കിടന്നായിരുന്നോ? ഞാനൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് വിളിച്ചത്. കുഴപ്പമില്ല സ്നേഹ, പറഞ്ഞു. ചേച്ചി, നമ്മൾ ഓൺലൈനിലിട്ട വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. കമന്റ് എന്ന് പറഞ്ഞാല് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ വീഡിയോയെ വിമർശിച്ചിരിക്കുക. അതൊക്കെ സാധാരണയല്ലേ സ്നേഹ. ഓൺലൈനിൽ ആർക്കും കയറി അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല ചേച്ചി. ചേച്ചിയുമായിട്ട് നല്ല അടുപ്പുള്ള ആരോ മനഃപൂർവ്വം ചെയ്തതാ. സ്നേഹ പറഞ്ഞു. ചേച്ചി, ആ